സൗദിയിൽ ജയിൽ മോചിതനായ അബ്ദുൾ റഹീം നാളെ കേരളത്തിലെത്തും. ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. വിവരങ്ങൾ ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്ന് നൽകും. ജലീൽ, ഇമിഗ്രേഷൻ നടപടികളൊക്കെ പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എപ്പോൾ നാളെ നാട്ടിലെത്തും റഹീം? അമൃത, ഏറെ സന്തോഷകരമായ ഒരു വാർത്ത നാം സ്ഥിരീകരിക്കുകയാണ്. കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീം നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഇപ്പോൾ റിയാദ് വിമാനത്താവളത്തിലാണ് അബ്ദുറഹീം ഉള്ളത്. ഉമ്മയോടൊപ്പം നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കാൻ അബ്ദുറഹീം നാട്ടിലെത്തുകയാണ്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ കഴിഞ്ഞ 20 വർഷത്തെ തടവ് ശിക്ഷ പൂർത്തിയായ ശേഷം അബ്ദുറഹീം ഇപ്പോൾ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്ക് പുറപ്പെട്ടു. റിയാദ് വിമാനത്താവളത്തിലാണ് ഇപ്പോൾ അബ്ദുറഹീം ഉള്ളത്. ഇമിഗ്രേഷൻ നടപടികളെല്ലാം അല്പം മുമ്പ് കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് അബ്ദുറഹീം വരുന്നത്. IX322 എയർ ഇന്ത്യ എക്സ്പ്രസിൽ സൗദി സമയം രാത്രി 11:55 വിമാനം പുറപ്പെടും. നാളെ രാവിലെ 7 മണിയോടെ ഈ വിമാനം കോഴിക്കോട് വിമാനത്താവളത്തിലെത്തും. അബ്ദുറഹീം ആ വിമാനത്തിൽ ഉണ്ടാകും. ഏറെ കാത്തിരിപ്പിന് വിരാമമാകുകയാണ്. 20 വർഷത്തെ ശിക്ഷാ കാലാവധി അവസാനിച്ചത് കഴിഞ്ഞ മെയ് 19-നാണ്. ഈ മോചന ഉത്തരവിൽ അതിനുശേഷം ഒപ്പുവെച്ചു. അത് കഴിഞ്ഞ ദിവസമായിരുന്നു. ഫൈനൽ എക്സിറ്റ് ലഭിച്ചതും കഴിഞ്ഞ ദിവസമാണ്. ഇമിഗ്രേഷൻ നടപടികൾ ഇപ്പോൾ പൂർത്തിയായി. നാട്ടിലേക്കുള്ള യാത്രാരേഖകളൊക്കെ നേരത്തെ തന്നെ, അതായത് എമർജൻസി സർട്ടിഫിക്കറ്റ് നേരത്തെ തന്നെ റിയാദിലുള്ള ഇന്ത്യൻ എംബസി തയ്യാറാക്കിയിരുന്നു. ഇപ്പോൾ അബ്ദുറഹീമിന് ഇനിയൊന്നും ഒന്നും ബാക്കിയില്ല. അദ്ദേഹം നേരിട്ട് ജയിൽ അധികൃതർ തന്നെ അദ്ദേഹത്തെ റിയാദ് വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുന്നു. 20 വർഷം പൊതു അവകാശ കേസിൽ അബ്ദുറഹീം ജയിലിലായിരുന്നു. വധശിക്ഷയായിരുന്നു സ്വകാര്യ അവകാശ കേസിൽ അബ്ദുറഹീമിന് സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വിധിച്ചിരുന്നത്. അത് ദിയാധനം വാങ്ങി, കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം ദിയാധനം വാങ്ങി അബ്ദുറഹീമിന് മാപ്പ് നൽകി. അതോടുകൂടി കോടതി ഈ വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തു. ഇനി ഏതായാലും അല്പസമയത്തിന് ശേഷം റിയാദ് വിമാനത്താവളത്തിൽ നിന്ന് അബ്ദുറഹീം വിമാനം കയറും. കുടുംബവും മലയാളികളും എല്ലാം അബ്ദുറഹീമും എല്ലാം ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മെ തേടി എത്തിയിരിക്കുന്നത്. 2006-ലാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീം ആദ്യമായി സൗദിയിൽ എത്തുന്നത്. നവംബറിൽ സൗദിയിലെത്തി ഡിസംബർ 24-ന് തന്നെ ഈ കേസിനാസ്പദമായ സംഭവം, കൊലപാതകം നടക്കുകയും ചെയ്തു. കാര്യമായ വലിയ പരിചയമൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഭാഷ അറിയില്ലായിരുന്നു. ഹൗസ് ഡ്രൈവർ ആയിട്ടായിരുന്നു ഈ അബ്ദുറഹീം ഇവിടെ ജോലി ചെയ്യുന്നത്. ഏതായാലും അബ്ദുറഹീം നാളെ നാട്ടിലെത്തുകയാണ്. അമൃത. ജലീൽ കടമംഗലമാണ് വിവരങ്ങൾ നൽകിയത് ജിദ്ദയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.